രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ കേസ് പോലെ സമാനമായ ബലാത്സംഗ കുറ്റം നേരിടുന്ന എംഎൽഎമാരെ പുറത്താക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാത്രം പുറത്താക്കിയത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിന് തെളിവാണെന്ന് സിപിഐഎം നേതാവ് എം സ്വരാജ് പറഞ്ഞു. എംഎൽഎമാരായ എം വിൻസെന്റ്, എൽദോസ് കുന്നപ്പള്ളി എന്നിവരുടെ വിഷയം പരാമർശിച്ചുകൊണ്ടാണ് സ്വരാജിന്റെ വിമർശനം. ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന് കോൺഗ്രസിന് ഭരണമുള്ള കർണാടകയിൽ നിന്ന് പിന്തുണ ലഭിക്കുമെന്നും സ്വരാജ് കുറ്റപ്പെടുത്തി. ഇപ്പോ ഈ പീഡന പരാതികൾ ഉയർന്നു വരുമ്പോൾ അപ്പോൾ തന്നെ നടപടിയെടുക്കണം എന്നൊരു നിലപാട് കോൺഗ്രസിനുണ്ടോ? അങ്ങനൊരു നിലപാട് കോൺഗ്രസിനില്ലല്ലോ. ഇപ്പം ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ കേസുകളിൽ പ്രതിയായവരും ജയിലിൽ കിടന്നിട്ടുള്ളവരും ഒരു നടപടിക്കും വിധേയരാകാതെ തുടരുകയാണല്ലോ കോൺഗ്രസ്. ഇതിൽ മാത്രമാണ്, അതിൽ തന്നെ കേൾക്കുന്നത് പരാതി വളരെ നേരത്തെ തന്നെ കോൺഗ്രസിന്റെ മുൻപാകെ വന്നൊന്നും അത് ശ്രദ്ധിച്ചില്ല എന്നുള്ള ആരോപണങ്ങൾ, അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചതെന്നെല്ലാം ഉള്ള ആരോപണമുണ്ട്. അത് അവർ വിശദീകരിക്കേണ്ടതാണ്. അപ്പൊ ഇതിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു നടപടി എടുക്കേണ്ടി വന്നു? അത് കോൺഗ്രസ് ആണ് പറയേണ്ടത്. എന്തുകൊണ്ടും മറ്റു കേസുകളിൽ നടപടി എടുത്തില്ല? അപ്പൊ അത് സമാനമല്ല എന്നതാണ് കേരളത്തിന്റെ മുമ്പിൽ ഇപ്പോഴുള്ള ഒരു യാഥാർത്ഥ്യം. അപ്പോൾ കോൺഗ്രസിന്റെ പൊതു നിലപാട് ഇതാണ് എന്നാണ് പറയുന്നതെങ്കിൽ സ്വാഭാവികമായും നിയമസഭാംഗങ്ങളായിരിക്കുന്ന ബലാത്സംഗ കേസുകളിൽ പ്രതിയായിരിക്കുന്ന ആളുകളുടെ പേരിൽ എന്താണ് നടപടി എടുക്കാത്തത് എന്ന ചോദ്യം വരും. അത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്. ഇതിൽ മേനി നടിച്ചുകൊണ്ട് പറയുമ്പോൾ ഇത് നിങ്ങളുടെ പൊതു നിലപാടാണോ? ആണെങ്കിൽ ഈ കേസുകളിൽ എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തതെന്ന ചോദ്യം നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ടതാണ്. അദ്ദേഹം അത് വിശദീകരിക്കട്ടെ. അപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ ജനങ്ങൾ അത് തൊണ്ടോടാതെ ഒഴിഞ്ഞില്ലല്ലോ. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. ആ മറുപടി പറയാൻ അവർ തയ്യാറാകുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുക. വെൽഫെയർ പാർട്ടിയുമായി സഖ്യമില്ലെന്ന് ലീഗ് പറയുമ്പോഴും പ്രായോഗികമായി അത് സഖ്യത്തിന്റെ രൂപത്തിലാണെന്നും വെൽഫെയർ പാർട്ടി ഇപ്പോൾ യുഡിഎഫിന്റെ ഘടകകക്ഷിയായി പ്രവർത്തിക്കുകയാണെന്നും സ്വരാജ് വിമർശിച്ചു. യുഡിഎഫ് രാഷ്ട്രീയത്തിൽ മതാധിഷ്ഠിത ചിന്തകൾക്ക് സ്വാധീനം വർദ്ധിച്ചതായും സ്വരാജ് ആരോപിച്ചു. ഞാനങ്ങനെ കാണുന്നില്ല. ഒന്ന്, ഇപ്പൊ സാധാരണഗതിയിൽ തന്നെ ഈ നിലയിൽ ഉള്ള ആളുകൾ, എംഎൽഎമാരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉയർന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരൊരു കേസിൽ പ്രതിയായി മുൻകൂർ ജാമ്യത്തിനൊക്കെ അപേക്ഷിച്ചാൽ, ഞാനിത് ആധികാരികമായി പറയുന്നൊരു കാര്യമൊന്നുമല്ല, എന്നാലും നമ്മൾ കണ്ടുവരുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞിട്ട് അറസ്റ്റിലേക്ക് കടക്കുന്നതാണ് സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യം. ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ പല ഉദാഹരണങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. ആ ഒരു നിലയാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് അങ്ങനെ തന്നെയാണോ വേണ്ടതെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാനതിൽ അവസാന വാക്ക് പറയാൻ ആളല്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എംഎൽഎ ആയിരുന്ന ഒരാളാണ്, എംഎൽഎ ആയി ഇരിക്കുന്ന ഒരാളാണ്, സ്വാഭാവികമായും അതിനനുസരിച്ച് വലിയ സ്വാധീനമുള്ള ആളാണ്. കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പൊ ഇങ്ങനെ വലിയ സ്വാധീനവും കാര്യങ്ങളും ഒക്കെ ഉള്ള ആള് അതിനനുസരിച്ചായിരിക്കുമല്ലോ ഈ പിടിയിൽ പെടാതിരിക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ കുറച്ച് സമയം ചിലപ്പോൾ എടുത്തേക്കാം. എന്നാലും കേരളത്തിലെ പോലീസ് മറ്റു പല കേസുകളിലും അവരുടെ മികവ് കണക്കിലെടുക്കുമ്പോൾ വൈകാതെ തന്നെ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഉചിതമായിട്ടുള്ള അറസ്റ്റും നടപടികളും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് ഞാൻ അങ്ങനെ മാത്രമേ കാണൂ. ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ അയാളെ പുറത്താക്കി അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. ഇതേ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള ആർജവം സിപിഎമ്മിനുണ്ടോ എന്നൊരു മറുചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുന്നോട്ട് വരുന്നത്. അത് ഈ ഒരു ഘട്ടത്തിൽ ഗതികേട് കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഒന്ന്, പാർട്ടിക്കു വേണ്ടി ആരെയും ഓൺലൈനിൽ പ്രചാരണം നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. സോഷ്യൽ മീഡിയയ്ക്കായി റീലുകൾ നിർമ്മിച്ചുള്ള രാഷ്ട്രീയ സംസ്കാരം കൊണ്ടുവന്നത് യുവ കോൺഗ്രസ് നേതാക്കളാണെന്നും സ്വരാജ് വിമർശിച്ചു. നവമാധ്യമങ്ങളുടെ സൃഷ്ടിയായി നേതാവാകുക, നവമാധ്യമങ്ങളിൽ തന്നെ ജീവിക്കുക, അതാണ് ലോകം എന്ന് ധരിക്കുക, അതിലൂടെ അപ്രമാദിയാകാം എന്ന് ചിന്തിക്കുക, വൻ തുക മുടക്കി ഓൺലൈൻ പ്രൊമോഷനുകൾ, ഓൺലൈൻ ചാനലുകളെ വിലക്കെടുക്കുക, ഓൺലൈൻ പ്രൊമോഷനുകൾ നടത്തുക, പോകുന്നിടത്തെല്ലാം ഒരു ക്യാമറ ടീമുമായി പോവുക. നമ്മൾ കാണുന്ന കാര്യമായിരുന്നില്ലേ? റീലുകൾ, നല്ല സാങ്കേതിക തികവാർന്ന റീലുകൾ ചിത്രീകരിക്കുക, അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഒരു പാരലൽ വേൾഡിൽ വൻ പണം മുടക്കി ഇത്തരത്തിലുള്ള സെൽഫ് പ്രൊമോഷൻ സംഘടിപ്പിച്ച് അങ്ങനെ നേതാവായിട്ട് നിൽക്കുക. ഇവരാരെങ്കിലും രാജ്യം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച്, മതനിരപേക്ഷത നേരിടുന്ന ഭീഷണിയെക്കുറിച്ച്, വർഗീയതയുടെ അപകടത്തെക്കുറിച്ച് ഗൗരവമായിട്ട് എവിടെയെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാടിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ, വികസന പദ്ധതികൾ ഇത് സംബന്ധിച്ച് വിമർശനങ്ങളോ നിർദ്ദേശങ്ങളോ ഉയർത്തുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിന് പകരം നവമാധ്യമങ്ങളുടെ ചില ശൈലികളിൽ
വിദ്വേഷത്തിൻ്റെതായ ഒരു തലം സൃഷ്ടിക്കുക അതല്ലേ ഉണ്ടായിരുന്നു. ശത്രുതാപരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തലം ഉയർത്തിക്കൊണ്ടു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.